ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ ഇങ്ങനെ ജിക്സറിൻ്റെ ബ്രേക്ക് പാഡ് എങ്ങനെ മാറ്റാൻ കാണിക്കും. പുതിയൊരു മെത്തേഡ് യൂസ് ചെയ്ത്, പുതിയല്ല എൻ്റെ രീതിയിലൊരു മെത്തേഡാണ് അതിൽ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പം അതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പോലെ നമുക്ക് ഇന്ന് മാറ്റാൻ പോകുന്നൊരു ജിക്സർ 155ൻ്റെ ബ്രേക്ക് പാഡാണ്. അപ്പോൾ ഈ വണ്ടിയുടെ വലിയ പ്രശ്നമായിട്ടില്ല, പക്ഷേ ഇൻ കേസ് നമ്മുടെ ഡിസ്ക് റോട്ടറിൽ ഇങ്ങനെ കട്ട് വീഴുവാണെങ്കിൽ നമ്മൾ പാഡ് മാറ്റാൻ പാടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ആ പാഡ് എങ്ങനെ ഈസി ആയിട്ട് ഊരാം. ഈസി അല്ല, ഇച്ചിരി പണിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാം. വലിയ കട്ടാണെങ്കിൽ, ഇപ്പം ഗ്രൂ കട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഊരാൻ പാടായിരിക്കും. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഈ മെത്തേഡിനെ യൂസ് ചെയ്യാം. സോ നോർമൽ പാഡ് ഊരുന്ന പോലെ നമ്മൾ സാധാരണ ബ്രേക്ക് പാഡ് കാലിപ്പർ ഊരി എടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഗ്രൂ വീണിട്ടുണ്ടെങ്കിൽ ഊരിയെടുക്കാൻ പാടായിരിക്കും, നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാലിപ്പർ ഊരാതെ തന്നെ നമുക്ക് ഡിസ്ക് പാഡ് ആദ്യം ഊരിയെടുക്കണം. അപ്പോൾ അതിനിപ്പം കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നമുക്ക് ഈ പിൻ ഊരിയെടുക്കണം. രണ്ട് പിൻ ഊരിയിട്ടുണ്ട്. സോ അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രേക്ക് പാഡിൻ്റെ പിന്നുണ്ടല്ലോ, പിൻ നമുക്ക് ഊരണം. ഇപ്പം നമുക്ക് പിൻ ഈ സൈഡിൽ കൂടെ കാണാം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയ ഹാമറോ എല്ലാം എടുത്തിട്ട് പെയ്യെ അതടിച്ചൊന്ന് മേലോട്ടെടുക്കണം. അപ്പം ആ സൈഡിൽ കൂടെ ഇറങ്ങി വരും. ടയർ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സ്പോക്സേ ഒന്നും അടിക്കത്തില്ല. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് നമ്മൾ ഇറക്കുമ്പോൾ ഇതൊന്നും അടിക്കത്തില്ല. ഈ സൈഡിൽ നിന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട് നമുക്കൊരു പ്ലെയർ വെച്ചിട്ട് വലിച്ചെടുക്കാം. നമുക്കിത് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇത് നമുക്ക് ഈ സൈഡിൽ കൂടെ വല്ലതും പ്ലെയർ വല്ല യൂസ് ചെയ്ത് വലിച്ചെടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സൈഡിൽ നമ്മൾ പിന്ന് വലിച്ചൂരിയിട്ടുണ്ട്. ഇനി ഇത് ഊരി കഴിഞ്ഞിട്ട് നമുക്ക് പെയ്യെ കാലിപ്പർ ബോൾട്ട് ഊരാം. അത് 12 mm, ഇത് 12 mm യൂസ് ചെയ്യുന്നത്. രണ്ട് ബോൾട്ട് ഊരിയിട്ടുണ്ട്. അപ്പോൾ ഊരിയപ്പോൾ തന്നെ നല്ലതായിട്ട് ലൂസായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ബോൾട്ട് ഊരി. ഇനി ഈ കാലിപ്പർ ഒന്ന് ചെറുതായി താഴോട്ട് സ്ലൈഡ് ചെയ്യണം. താഴോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ബ്രേക്ക് പാഡ് ഒന്ന് പിടിച്ച് വെക്കാൻ നോക്കണം. എന്നിട്ടൊന്ന് പെയ്യെ കാലിപ്പറിനെ മാത്രം മണ്ടക്കോട്ട് വലിക്കാൻ നോക്കൂ. ഇതാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് താഴോട്ട് സ്ലൈഡ് ചെയ്താൽ ഇച്ചിരി ഈസി ആയിട്ട് ഇത് താഴോട്ട് വരും. ഈ പിന്നിലൊന്ന് കുത്തിയിട്ട് ഇവിടെ കൂടെ വെച്ചൊന്ന് തള്ളിക്കഴിഞ്ഞാൽ വരും. എന്നൊരു 2 തട്ട് കൊടുത്താൽ നമ്മുടെ ബ്രേക്ക് പാഡ് ഊരി വരുന്നതാണ്. 2 ബ്രേക്ക് പാഡ് കിട്ടിയിട്ടുണ്ട്. കാലിപ്പർ ലൂസായി. ഇച്ചിരി പാടാണ്, പക്ഷേ തട്ടി ഊരുന്നതിനെക്കാട്ടി നല്ലതായിരിക്കും ഇത് ഈ പരിപാടി. ഇൻ കേസ് ഊരി എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് കാലിപ്പർ ചെറുതായിട്ടൊന്ന് തുടച്ച് വിടുക ആവശ്യത്തിന്. പിന്നെ പറ്റുവാണെങ്കിൽ ഒരു സാൻഡ് പേപ്പർ ഇട്ടിട്ട് റോട്ടറും കൂടെ തുടയ്ക്കാം. ബ്രേക്ക് പാഡിൻ്റെ സർഫസ് ഒന്ന് അരച്ച് വിട്ട് കഴിഞ്ഞിട്ട് നമുക്കടുത്ത കാലിപ്പറിൻ്റെ ബ്രേക്ക് പാഡ് പുതിയ ഇൻസ്റ്റാൾ ചെയ്യാൻ കാണിക്കാം. സോ ആദ്യം നമുക്ക് കാലിപ്പറിൻ്റെ പിസ്റ്റൺ ഒന്ന് തിരിച്ച് പ്രസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നൊരു സി ക്ലാമ്പാണ്.
എനിക്കിതാ ബെറ്ററായിട്ട് തോന്നിയത്. ആദ്യം സീക്ലം ബ്രേസ് ആക്കുക. അപ്പോൾ സീക്ലാമ്പിൻ്റെ മണ്ടയ്ക്ക് പിടിക്കണം. എന്നിട്ട് ചിലതിൻ്റെ പിസ്റ്റൺ വലിയാണെങ്കിൽ സീക്ലാമ്പ് അങ്ങ് അകത്തോട്ട് പൊക്കോളും, അതായിരിക്കും നല്ലത്. എന്നിട്ട് പെയ്യെ റൊട്ടേറ്റ് ചെയ്യണം. അപ്പം പിസ്റ്റൺ പെയ്യെ അകത്തോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഫുൾ ആ സർഫസുമായിട്ട് മാച്ച് ആകുമ്പോൾ അതുവരെ പ്രസ് ചെയ്യണം. കഴിഞ്ഞ് പ്രസ്സായിട്ടുണ്ട്. തിരിച്ചു വരിക. സെയിം 2 പിസ്റ്റണൊക്കെ ഉള്ളതാണെങ്കിൽ ഫ്രണ്ടിന് മിക്കതും 2 പിസ്റ്റണായിരുന്നു. അപ്പം 2 പിസ്റ്റൺ അമുക്കുക. ചില സമയത്ത് നമ്മൾ ഒരു പിസ്റ്റൺ അകത്തോട്ട് തള്ളുമ്പോൾ മറ്റൊരു പിസ്റ്റൺ കൂടെ വെള്ളോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നുകൂടെ തിരിച്ച് തള്ളണം. ഓക്കെ, നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. 2 പിസ്റ്റണകത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ബ്രേക്ക് പാഡ് നോക്കുവാണെങ്കിൽ 2 ബ്രേക്ക് പാഡ് 2 ഷേപ്പിലായിരിക്കും. അപ്പോൾ ആദ്യം ഇടേണ്ട പാഡെന്ന് പറയുമ്പോൾ ഇതാണ്. ഈ ഫേസിലായിട്ട് ഇടേണ്ട പാഡ് ഇതാ. നിങ്ങൾക്ക് കാണാം, ഇതേ ഫിറ്റ് ആകത്തുള്ളൂ. കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ കറക്റ്റായിട്ട് ഫിറ്റ് ആണെങ്കിൽ ഈ ബ്രേക്ക് പാഡാണ്. ഇനി അടുത്ത ഈ ഷേപ്പുള്ള ഇത് ഫിറ്റാവും. അപ്പോൾ അതെടുത്തിടുക. കുറച്ച് ഗ്രീസ് അങ്ങോട്ട് തേച്ച് കൊടുക്കാം. ഗ്രീസ് തേക്കുമ്പോൾ ഓർത്തോണം, ബ്രേക്ക് പാഡിൻ്റെ മണ്ടയ്ക്ക് നിങ്ങൾ ഗ്രീസ് തേക്കല്. അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രേക്ക് കിട്ടത്തില്ല. പിന്നെ കയ്യിൽ ഗ്രീസ് ഉണ്ടെങ്കിൽ ബ്രേക്ക് പാഡിൻ്റെ അകത്ത് തൊടാതെ നോക്കണം. ഒരു ബ്രേക്ക് വെച്ചു, രണ്ടാമത്തെ ബ്രേക്ക് വിട്ടു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പിന്നിടണം. ആദ്യം എടുത്ത പിൻ അതിൽ വെച്ച് ഗ്രീസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തോട്ട് ഊരാൻ നേരം ഈസി ആയിട്ട് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാടായിരിക്കും ഊരിയെടുക്കാൻ. പിന്നെടുക്കുക, ഗ്രീസ് തേക്കുക. ഇടാൻ നേരം ഈ 2 ഹോളിൽ കൂടെ കയറിപ്പോണെങ്കിൽ കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ. ഓക്കെ, ഒരു ബ്രേക്ക് പാഡിനകത്ത് കയറി, 2 ബ്രേക്ക് പാഡിനകത്ത് കയറി. ഇനി ചെറുതായിട്ടൊന്ന് തള്ളി കൊടുക്കുകയാണെങ്കിൽ ഫുള്ളി ഞാൻ കയറിക്കോളും. ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഇപ്പം ബ്രേക്ക് പാഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഗ്രീസൊന്നും പറ്റാൻ നോക്കിയാണ്. അടുത്ത് നമ്മൾ കണ്ടായിരുന്നു 2 പിന്നിട്ടത്. പിന്ന് ഈ സൈഡിൽ കൊണ്ടിട്ടുണ്ട്. ഇട്ടു. ഇനി നമുക്ക് അകത്ത് പിൻ കാണാം. ഇത് അകത്തോട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് വെളിയിലത്തെ വെച്ചൊന്ന് തിരിച്ചാൽ മതി, തിരിഞ്ഞോളും. അതുപോലെ തന്നെ അകത്തെ പിൻ എടുക്കുക, തെളി ഇൻസേർട്ട് ചെയ്യും. നമ്മൾ കാലിപ്പറിലോട്ട് പാഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കിതങ്ങ് ഡയറക്റ്റ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിന് മുമ്പ് നമ്മൾ ഗ്രീസ് വല്ല എക്സസൈസ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് തുടച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതിൽ പൊടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് റഫായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. കാലിപ്പർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ബ്രേക്ക് പാഡ് കാലിപ്പർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മളടുത്ത റോട്ടിലോട്ട് ഫിറ്റ് ചെയ്യേണ്ടതാണ്. സോ ആദ്യം ചുമ്മാ ഒന്ന് വെച്ച് നോക്കണം. ഇതൊന്ന് ചെറിയ സ്ക്രൂ ഡ്രൈവർ വെച്ചൊന്ന് അകത്തേക്ക് കൊടുക്കുക. എന്നിട്ട് കാലിപ്പറിലോട്ട് ഫിറ്റാകാൻ നോക്കണം. വെച്ച് നോക്കി, ഇപ്പം കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. ഡയറക്റ്റ് ഒന്നും ചെയ്യേണ്ട വന്നില്ല, ഫിറ്റായി. ഇനി അടുത്ത് നമ്മളതിൻ്റെ ബോൾട്ട് യൂസ് ചെയ്ത് വെക്കുക. അതിന് ഞാൻ ഇച്ചിരി ചെറിയ ലോക്കായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. വൈബ്രേഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ ഊരിപ്പോയിരിക്കാൻ വേണ്ടി. ശരിയുള്ള വെച്ചു.
ആദ്യം ഒരു ബോൾട്ട് ഹാൻഡ് ടൈറ്റ് ചെയ്യത്തുള്ളൂ ആദ്യം. കഴിഞ്ഞ് അതുപോലെ തന്നെ സെക്കൻഡ് ബോൾട്ട് എടുത്തിട്ട് അതിലും ഇച്ചിരി ലോക്കറ്റ് അപ്ലൈ ചെയ്ത് ഹാൻഡ് ടൈറ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ബോൾട്ട് അങ്ങ് ഫുൾ ടൈറ്റ് ചെയ്യണം. ഓക്കെ, കാലിപ്പർ ഫുള്ളി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മൾ നോക്കണ്ടേ, ഓടിക്കുന്നതിന് മുമ്പേ നമ്മളൊന്ന് ബ്രേക്ക് ലിവർ ഒന്ന് 5-6 വട്ടം പ്രസ് ചെയ്യണം. കാരണം നമ്മളിപ്പോൾ ചെയ്തപ്പോൾ അത് ഫുള്ളി റിലീസായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഫ്ലൂയിഡ് തിരിച്ചു പോകാൻ വേണ്ടി നമ്മളൊരു 5 വട്ടമെങ്കിലും ബ്രേക്ക് ലിവർ അമർത്തണം. ഇപ്പോൾ ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മളങ്ങനെ പാഡ് അത്രയും തേഞ്ഞുകൊണ്ട് തന്നെ മറ്റേ ബ്രേക്ക് ഫ്ലൂയിഡ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് എടുത്ത് പുതിയ ഒരിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിപ്പം മാസ്റ്റർ സിലിണ്ടർ തുറക്കാൻ പോകാൻ. ഓക്കെ, മാസ്റ്റർ സിലിണ്ടർ അഴിച്ചു. നമുക്കിത് കാണാം, ഫ്ലൂയിഡിൻ്റെ ലെവൽ ഇച്ചിരി കുറവാണ്. അത്രയും കുറവല്ല, എന്നാലും നമുക്ക് പുതിയതായിട്ട് ഒന്ന് റീഫിൽ ചെയ്യാം. നമ്മളൊന്ന് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഏറ്റവും വേണ്ട ഒരു ടോപ്പ് ചെയ്യണ്ട, കാരണം നമ്മൾ ഇച്ചിരി ചടക്കുന്ന ക്യാപ്പ് ഓഫ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സൈഡിലത്തെ വാച്ച് ഗ്ലാസ് ഉണ്ടല്ലോ, അതിൻ്റെ ഇത്ര ടോപ്പ് ചെയ്യാം. അത് ഓക്കെ, ഇത്രയും മതി. എന്നിട്ട് അതിൻ്റെ ടോപ്പ് ഒന്ന് തിരിച്ച് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതും പറഞ്ഞ പോലെ ഓവറായിട്ട് ടൈറ്റ് ചെയ്യില്ല, കാരണം ത്രെഡ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പണിയാവും. ആവശ്യം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ട് തുടച്ചു കൊടുക്കുക, ഒരു ക്ലീൻ ക്ലോത്ത്. ഇൻ കേസ് എവിടെയെങ്കിലും ബ്രേക്ക് ഫ്ലൂയിഡ് വീണിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നല്ലതായിട്ട് തുടച്ചു കൊടുക്കുക. എന്നിട്ട് ബ്രേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ബ്രേക്ക് കാലിപ്പർ പിടിക്കുന്ന വീഡിയോ കഴിഞ്ഞു. നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ മെത്തേഡ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ബോൾട്ടൊക്കെ ടൈറ്റ് ചെയ്യുമ്പോൾ പെയ്യെ ടൈറ്റ് ചെയ്യണം. ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ത്രെഡ് പോകും. ത്രെഡ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഇച്ചിരി പാടായിരിക്കും, ഫുൾ സാധനം ചിലപ്പോൾ മാറ്റേണ്ടി വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതൊക്കെയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും കാണാം.